ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോകു നെവർ എക്സ്പെക്റ്റഡ് അല്ലേ ഗോകു, ഞാനൊരു വീഡിയോ എടുക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഗോകുവിൻ്റെ ഒരു സ്വിമ്മിങ് ലെസൺസ് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് അല്ലേ ഗോക? ഗോകുവിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ് കേട്ടോ ഇന്നത്തെ സ്വിമ്മിങ് ലെസൻ്റെ. അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ തന്നെ ഒരു പ്രൈവറ്റ് സ്കൂളാണ് കേട്ടോ. ആ പ്രൈവറ്റ് സ്കൂളിൻ്റെ തന്നെ ഇവർ ചേർന്നായിട്ട് ഒരു ലെഷർ സെൻറ്റർ പോലെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഗോകു സ്വിമ്മിങ് പഠിക്കാൻ പോകുന്നത് അല്ലേ ഗോകു? അങ്ങനെ മമ്മ ആൻഡ് ഗോകു വോക്ക് ചെയ്യാണ്. ഉണ്ണിയേട്ടനില്ല കേട്ടോ, ഞാനും ഗോകും കൂടെ മാത്രമാണ് പോകുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഗോകു ഇന്നത്തെ സ്വിമ്മിങ് ലെസൺ? ഗോകു അവിടുത്തെ ബ്ലീച്ചിൽ കുളിച്ചിട്ട് ഇച്ചിരി നിറം വെച്ചതുപോലെ ഉണ്ട്. It was kind of hard because a bunch of water got into my nose. അങ്ങനെ നമ്മൾ ശരിക്കും ചെറുതിലെ സ്വിമ്മിങ് ലെസൺസ് ഒക്കെ ചെറുതിലെ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. കാരണം നമ്മൾ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ ആ ഒരു മൂവ്മെൻറ്റ്, കാലിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് വെക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പിള്ളേരെയൊക്കെ ചെറുതിലേ പഠിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാൻ കുറേ നാളുകൊണ്ട് ഗോകുനെ ഇങ്ങനെ പഠിപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞങ്ങൾ ഇവിടെ കൊണ്ട് ചേർത്തു കേട്ടോ. ഒരു നല്ലൊരു ഇൻസ്ട്രക്ടറും ഒക്കെ ഉണ്ട്. ഒരു അടിപൊളി വൈബുള്ള സ്ഥലമാണ് ഗൈസ്. ഗോഗോ സ്വിം ചെയ്തിട്ട് നടന്നോ? സ്വിം ചെയ്തിട്ട് ഗോകു ടയർഡാണോ ഗോഗോ? സ്വിം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്, നല്ലൊരു എക്സസൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അല്ലേ ഗോക? ഇറ്റ്സ് റിയലി ഗുഡ്. ഭയങ്കര ടയർഡ് ആവും. So I never get tired. That's good. അപ്പോൾ ഗോകു പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് സ്വിം ചെയ്യുമ്പോഴത്തേനും നമുക്ക് എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടും. Because if you swim through the water is kind of like hard to push through. So it takes really slow. It's like really slow, but even though you put like a bunch of force into it, and that's how you get tired. Oh, okay. അപ്പോൾ ഗോകു ടയേർഡ് ആയതുകൊണ്ട് നമുക്കൊരു ഡ്രിങ്ക് മേടിച്ചാലോ ഗോകോ? ഗോകുന് എന്ത് ഡ്രിങ്കാ വേണ്ട? KFC mixed up into a smoothie. KFC is not good. അത് ഒരിക്കലും നല്ലതാണ് നമ്മ പറയത്തില്ല. നമുക്ക് വേറെ എന്തെങ്കിലും മേടിച്ചാലോ? സ്റ്റാർബക്സ് മതി. ഹോട്ട് ചോക്ലേറ്റ് മേടിച്ചേരട്ടെ? ഓക്കെ. അത് ബബിൾ ടീ ആണോ? Bubble tea actually. ബബിൾ ടീയാ? ഓക്കെ. അപ്പം നമുക്ക് ഗോകു എന്തായാലും നമ്മുടെ എന്താ പറയുക സ്വിമ്മിങ് ലെസൺസ് ഒക്കെ കഴിഞ്ഞ് തളർന്ന് പോവല്ലേ. പക്ഷെ അവന് തളർച്ചയൊന്നും ഇല്ല. അവിടെ അത്രയും നേരം വെറുതെ ഇരുന്ന് എനിക്കാണെന്ന് തോന്നുന്നു തളർച്ച. അപ്പം നമ്മളിതേ ഇവിടുത്തെ ടൗണിലേക്ക് പോവാണ് ഗൈസ്. ഗോകുവിന് നമുക്കൊരു എന്തെങ്കിലും ഡ്രിങ്ക് മേടിച്ചു കൊടുക്കാം. കൂടുതൽ എങ്കിലും ഡ്രിങ്ക് കഴിക്കാമല്ലോ. എൻ്റെ മുടിയൊക്കെ ഇതേ നോക്കിക്കേ. ഞാനിന്ന് തലയിൽ കുറച്ച് എണ്ണ തേച്ച്, അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് ചുരുളാൻ തുടങ്ങി കേട്ടോ. വാ ഗോകു. അപ്പോൾ ഗോകു ദേ എൻ്റെ പുറകെ വരുന്നുണ്ട്. ഗോകു എൻ്റെ ചെമ്പരത്തി പൂ കിട്ടാത്തത് ഭാഗ്യം. അങ്ങനെയുണ്ട് ഗൈസ്. ഗോകുവിൻ്റെ ആഗ്രഹമല്ലേ, ഗോകുവിൻ്റെ തലയിലൊരു പൂവൊക്കെ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഇറ്റ്സ് നൈസ്. ഓക്കെ, നമുക്കപ്പോൾ ഒന്ന് ടൗണിലേക്ക് പോവാം. എന്നിട്ട് അവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടൗണിലേക്ക്. അപ്പോൾ നമ്മുടെ ടൗണിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഒത്തിരി വീഡിയോസിൽ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ടോബി കാർ വഴി ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ടിപ്പിക്കൽ ഇംഗ്ലീഷ് ഫുഡ് കിട്ടുന്നൊരു ഏരിയ ആണ് കേട്ടോ. ഒത്തിരി കാസൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേര് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചടുത്താട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും എപ്പോഴെങ്കിലും വന്നിട്ടൊരു ഒതൻറ്റിക് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് ഫുഡ് കഴിക്കണമെന്ന്. നമുക്ക് എപ്പോഴെങ്കിലും ഇവിടെ പോവാം ഗൈസ്. ഇത് പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. കുറേ പോലീസ് വണ്ടികൾ നമുക്കിവിടെ. ഏതാ?
അവിടെയാ കേട്ടോ. ആ സൈഡാണ് പോലീസ് സ്റ്റേഷൻ. പക്ഷെ അവരുടെ വണ്ടിയൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മള് റോഡ് ക്രോസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ക്രോസ് ചെയ്തോ പ്രസ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്യാം. Hold my hand. Come. അവിടെ 2 ഡോഗ്സിനോ അയ്യോ കണ്ടോ. ഇതുപോലത്തെ പപ്പയാണോ ഗോകുന് വേണ്ടത്? ഓക്കെ. ഇവിടെയൊക്കെ അതെ ഒരു ലെറ്റിംഗ് ഏജൻസിയാണ് കേട്ടോ. നമുക്ക് വീട് ഹൗസ് റെന്റിനോ മറ്റോ ഒക്കെ വേണമെങ്കിലോ അല്ലെങ്കിൽ സെയിലിനോ വേണമെങ്കിൽ ഇവിടെ ഇവരെ നോക്കിയാൽ മതി. അതായത് ഇവരുടെ അടുത്ത് പോയാൽ മതി. ഇവിടെയൊക്കെ അവർ ഇതിൻ്റെ പരസ്യം വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏത് വേണമെങ്കിലും ഇങ്ങനെ നോക്കാം. ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കിയിട്ട് അകത്ത് പോയിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ. നോക്കിയോ ഗൈസ്, അടിപൊളി സാധനങ്ങൾ നോക്കിയേ. ഇവിടെ ആരെങ്കിലും നല്ല ഭംഗിയുണ്ടല്ലേ ഈ സാധനം. ഇതൊക്കെ ഹോം ഡെക്കോറാണ് കേട്ടോ ഇവിടെ വെച്ചേക്കുന്നത്. കുറേ അടിപൊളി സാധനം ഇവിടെ ഡിസ്പ്ലേയിൽ ഇട്ടേക്കുവാണ് കേട്ടോ. ഈ കെട്ടിടം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഗൈസ്? ഇതൊരു KFC ആണ് കണ്ടോ. ഇതിനുള്ളിൽ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ KFC ആണ്. കണ്ടാൽ ഏതോ ഒരു എന്താ പറയുക, ഒരു പഴമ നിറഞ്ഞൊരു കൊട്ടാരം പോലെയുണ്ട്. പക്ഷെ KFC ആണ് കേട്ടോ. ഗോകുവിൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ്. ഇതിൻ്റെ ഡോറ് തന്നെ കണ്ടില്ല, ഭയങ്കര വലുതാണ് കേട്ടോ. എന്താ നോ നോട്ട് KFC. നോ ഗോകു എന്നെ വലിച്ച് KFCയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതേ സ്റ്റാർബക്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർബക്സിൽ നിന്ന് ഞങ്ങൾ ഒരു ക്യാപ്പിച്ചീനോ ആൻഡ് ഗോകുവിനൊരു ക്രിസ്പ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഗോകുവിന് ബബിൾ ടീ വേണമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ബബിൾ ടീ പ്ലേസിലേക്ക് പോകാം. ദേ ഒരു പെൺകുട്ടി അവിടെ ഒരു ചുരിദാറിട്ട് പോകുന്നു. ഇന്ത്യൻ ലേഡിയാട്ടോ. ഇതൊരു അടിപൊളി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, ഭയങ്കര വെയിലാട്ടോ അവിടെ. ദ ഡെയിലി ബബിൾ ടീ. ബബിൾ ടീയിൽ വലിയൊരു ഗ്ലാസ്സിൽ ബബിൾ ടീ ഇതേ ഗോകുനോട് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പം നമുക്ക് അകത്തേക്ക് കയറിയിട്ട് എന്താ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മളവിടെ അവരുടെ ഒരു സിഗ്നേച്ചർ ഡ്രിങ്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ക്രെമേ ബ്രൂലെ എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും. ഇത് ഫ്രഷായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് നല്ല ഭംഗിയായിട്ട് ഇവരെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടോ. എനിക്ക് പൂക്കൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വീടിൻ്റെ കോർണറിലൊക്കെ വെക്കാൻ നല്ല രസം. പക്ഷേ ഇത് എപ്പോഴും പൊടിയടിച്ചൊക്കെ കൊടുക്കേണ്ടി വരും. ഗോകു അത് മിക്സ് ചെയ്യാൻ പറഞ്ഞു നന്നായിട്ട്. അപ്പോൾ ഗോകു ഇത് കഴിക്കുവാണ് കേട്ടോ. അടിപൊളിയായിട്ട് അവർ ഫ്രഷ്ലി നമുക്ക് ഉണ്ടാക്കി. റിയലി ഗുഡ്. ക്യാൻ ഐ ടേസ്റ്റ് ഇറ്റ്? അടിപൊളി. അപ്പോൾ ഗൈസ് നമ്മളിത് എല്ലാം മേടിച്ചിട്ട് വീട്ടിൽ പോകാൻ പോവാണ്. അപ്പോഴത്തേക്കും ഇതേ ഉണ്ണിയേട്ടൻ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് കാറിൽ കയറി പോകാം.